നമസ്കാരം പ്രിയമുള്ളവർ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് കൃഷിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്നതും കൃഷി ഏറ്റവും ഉപകാരപ്രദമായൊരു വളർച്ചാത്വരകവും ഒരെണ്ണം ഫിഷ് അമിനോസിഡ് നല്ലൊരു വളർച്ചാത്വരകമാണ്. ശ്രേയ ഒരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജൈവ കീടനാശിനിയാണ്. ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് കാണിക്കാൻ കാരണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഞാൻ പലർക്കും അറിയാത്തതും ഒരു ഏറ്റവും യൂസ്ഫുള്ളും ആയ ഒരു പ്രധാനപ്പെട്ട ഉപയോഗത്തിന് പറ്റിയൊരു സാധനം. ഇത് കണ്ടില്ലേ, ഇതൊരു മാവാണ്, ഇതൊരു ആൾ സീസൺ മാവാണ്. ഇതിൻ്റെ ഇങ്ങനെയുള്ള മാവുകളുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള മണ്ടയില പുതിയതായിട്ട് മുളച്ച് വന്നതാണ്. ഇതിൻ്റെ നേരത്തെ ഉള്ള ഒരവസ്ഥ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരവസ്ഥ അതായത് ഡ്രൈ, അതിൻ്റെ മണ്ട ഉണങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജായിരുന്നു. ഇതേപോലെ നിന്നിരുന്ന ഇതിപ്പോൾ പുതുതായിട്ട് ഇപ്പം ഞാൻ സ്പ്രേ ചെയ്തിട്ട് വന്നതാണ്. ഇതിന് മുന്നേ വളരെ ഉണങ്ങി കരിഞ്ഞ് മണ്ടഭാഗം നിന്നിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇപ്പം മാവ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മാവിൻ്റെ മണ്ടയുടെ ഇലഭാഗം ഒരു പ്രത്യേക നീര് വിട്ടി കുടിക്കുന്ന ഒരു പ്രാണികൾ വന്ന് ഊറ്റി മണ്ട അങ്ങ് നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇതിലേക്ക് നോക്ക്, കണ്ട് ഈ ഒരവസ്ഥ കാരണം കരിഞ്ഞ് ഇങ്ങനെ നിൽക്കും. പിന്നീട് ഈ ഒരവസ്ഥ ഉണ്ട്, ഇങ്ങനെ നിൽക്കും, ഒരു മണ്ടയില വരാത്തൊരവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ ഇതിൻ്റെ കെമിക്കൽ റെക്കമെൻഡേഷനാണ് നേരത്തെ എല്ലാവരും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കെമിക്കലിൽ നിന്നുള്ളതൊന്ന് മാറ്റിക്കൊണ്ട് ഒരു ജൈവത്തിലേക്ക് നമുക്കൊരു റെക്കമെൻഡേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ ശ്രമിച്ചിട്ട് അവസാനം സക്സസ് ആയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, ഫിഷ് അമിനോ ആസിഡ് 5 ml പ്ലസ് ശ്രേയ 5 ml, ഇത് രണ്ടും കൂടെ, അതായത് 5 ml ഫിഷ് അമിനോ ആസിഡ് പ്ലസ് 5 ml ശ്രേയ പ്ലസ് 1 ലിറ്റർ വാട്ടർ, ഇത് മൂന്നും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നന്നായി ഷേക്ക് ചെയ്യുക. ഇതിൻ്റെ മണ്ടയ്ക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത്തരം വലിയൊരു പ്രശ്നം, മാവിൻ്റെ മണ്ട ഉണങ്ങുന്നത്, കരിഞ്ഞു വരുന്നത്, പച്ചക്കറികളിൽ ഒരു നല്ലൊരു കീടനാശിനിയായിട്ട് ഇപ്പം മുളക്, വെണ്ട, വഴുതന, വള്ളി വീശി വരുന്ന എല്ലാ പച്ചക്കറികൾ എല്ലാത്തിനും, ഇല തീനിപ്പുഴു, ഇല കരിച്ചിൽ, നീരൂറ്റി കുടിക്കൽ, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട കർഷകർ നേരിടുന്ന 99% കൃഷിയിടത്തിലെ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഈ 2 മരുന്ന് സ്ഥിരമായിട്ട് 2 ആഴ്ച വിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നാൽ മാറുന്നതാണ്. വളരെ ഫലപ്രദവുമാണ്, വളരെ യൂസ്ഫുള്ളുമാണ്. ഇത് നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ കാർഷിക സർവകലാശാലയുടെ ഏതെങ്കിലും ഔട്ട്ലെറ്റിൽ ചെല്ലുകയാണെങ്കിൽ കിട്ടും. എക്സ്പെഷ്യലി അത് നമ്മുടെ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയാണെങ്കിൽ നമ്മൾ കൃഷി വിജ്ഞാന കേന്ദ്രം സദാനന്ദപുരം ഇത് അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ആലപ്പുഴ ജില്ലയാണെങ്കിൽ നമ്മുടെ CPCRI ഉണ്ട്, നമ്മുടെ തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളം, പിന്നെ OARS കായംകുളം, ഇവിടെയൊക്കെ അത് ലഭിക്കുക. അതുപോലെ തന്നെ ഓരോ ജില്ലയ്ക്കും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ നിലവിലുണ്ട്. അത് എല്ലാവർക്കും അറിയില്ല. അപ്പം കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ഇതിൻ്റെ ഔട്ട്ലെറ്റിൽ ഇതിൻ്റെ സാധനം അവൈലബിൾ ഉണ്ട്. ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഫിഷ് അമിനോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ അടുത്തായിട്ട് ചെയ്യേണ്ട രീതി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെയിറ്റ് ആൻഡ് യൂസ്.